അയാൾക്ക് നിങ്ങളോടുണ്ടായിരുന്നെന്ന് വെച്ചാൽ മേ ബി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം. അതല്ല എങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിലും കാണുന്നത് വെച്ചാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. അതായത് ഒരു സെക്ഷൽ അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇയാൾ ചിലപ്പോൾ മൈൻഡിൽ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇട്ടിട്ട് പോയപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാർ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴും അയാൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ അയാൾ പോകാനുള്ള കാര്യം അത് തന്നെയാണ്. അത്ര വലിയ ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അത്ര ഒരു രീതിയിലൊന്നും അയാൾ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അയാൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ എന്താണെങ്കിലും ചിലപ്പോൾ നമ്മൾ ശരിയാണ് അയാൾ എനിക്ക് മാച്ചാണ്, അയാൾ എന്നെ പോലെയൊക്കെ തന്നെയാണ് ചില ക്യാരക്ടേഴ്സ്, ഞാൻ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ മാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇപ്പം നമ്മളോട് ദേഷ്യം കാണിച്ചാൽ പോലെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരേപോലെ തന്നെയാണ് ഈ ചില കാര്യങ്ങൾ ൊക്കെ. പക്ഷേ അയാൾക്ക് നിങ്ങൾ കാണിച്ച പോലത്തെ ഒരു ഇത് ഉള്ളിൽ നിന്നും അയാൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. പക്ഷേ ഇത് അവിടെ ചെന്നതിന് ശേഷം ഇയാൾക്ക് നിങ്ങളെ വിട്ടു പോരാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളിൽ നിന്നും ഉള്ള ആ ഒരു എന്തോ ഒരു എനർജി അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് എപ്പോഴും നിങ്ങളിലോട്ടൊരു കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ അയാളുടെ ജീവിതത്തിൽ നിന്നും അയാൾ വേറെ തരത്തിലോട്ടും എന്തൊക്കെ, അതായത് ജോലിപരമായിട്ടും റിലേഷൻഷിപ്പിലും വേറെ ട്രാവൽ ചെയ്തും അയാൾക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ അയാളുടെ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണക്ഷൻ അയാൾക്ക് എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഡിസ്റ്റർബൻസ്, അതായത് ഇങ്ങനെ വേറെ റിലേഷൻഷിപ്പിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വിചാരവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയാൾക്കത് വല്ലാത്തൊരു ആദ്യം ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അയാൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് എന്തോ ഒരു എനർജി അയാൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു എനർജിയുടെ അതും കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അയാൾക്ക് നിങ്ങളെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു എന്താ പറയുക സോൾ ലെവലിൽ നല്ല രീതിയിലൊരു കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ എന്നൊന്നും അയാൾ വലിയ ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അയാൾ ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ കുറേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അയാളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത് നിങ്ങളിലോട്ടാണ്. അതായത് നിങ്ങളുടെ അടുത്തൊരു നിങ്ങളോട് വന്നു കഴിഞ്ഞ് സംസാരിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങളെങ്ങനെ പ്രതികരിക്കും, അതല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇപ്പോൾ അയാളുടെ മൈൻഡിൽ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ അയാളിപ്പോൾ ഇന്നോ നാളെയോ ഉടനെ അയാൾ വരുമോ ഒന്നും അല്ല. അയാളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി അയാൾ ചിന്തിക്കുകയാണ്. അത്